ഇന്ന് പുറത്തു വന്ന രണ്ട് IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഡെക്കാൻ ചാർജേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. പണ്ട് ഡെക്കാൻ ചാർജേഴ്സ് ഉണ്ടായിരുന്നു. രോഹിത് ശർമ്മ ഡെക്കാൻ ചാർജേഴ്സിൽ ഒരുപാട് വർഷം കളിച്ചതാണ്. പിന്നീട് ഡെക്കാൻ ചാർജേഴ്സ് പൂട്ടിപ്പോയി. ഇപ്പോഴിതാ ഡെക്കാൻ ചാർജേഴ്സ് തിരിച്ചു വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത വർഷം മെഗാ ഓപ്ഷനാണ്. അതുമാത്രമല്ല പുതിയ രണ്ട് ടീമുകളെ BCCI IPLിലേക്ക് ക്ഷണിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡെക്കാൻ ചാർജേഴ്സ് തിരിച്ചു വരുമ്പോൾ രോഹിത് ശർമ്മ ഡെക്കാൻ്റെ ക്യാപ്റ്റനാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. രോഹിത് ശർമ്മ മുംബൈ ടീം വിട്ട് പോകാനൊരുങ്ങുകയാണ്. രോഹിത് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഡെക്കാനെ പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രോഹിത് ശർമ്മയ്ക്ക് ക്യാപ്റ്റനാകാൻ ആഗ്രഹം ഡെക്കാൻ ചാർജേഴ്സിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തൊരു അപ്ഡേറ്റ് കേരളയുടെ IPL ടീമുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് വർഷം മുന്നേ കേരളത്തിന് ഒരു IPL ടീം ഉണ്ടായിരുന്നു. കൊച്ചി ടസ്കേഴ്സ് കേരള എന്നായിരുന്നു അതിൻ്റെ പേര്. മലയാളി താരം ശ്രീശാന്ത് കേരള ടീമിലുണ്ടായിരുന്നു. മികച്ച ഒരുപാട് താരങ്ങൾ കേരള ടീമിലുണ്ടായിരുന്നു. പിന്നീട് പൈസയുടെ പ്രശ്നം കാരണം കേരള ടീം പൂട്ടിപ്പോയി. ഇപ്പോഴിതാ കേരള ടീം തിരിച്ചു വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അടുത്ത വർഷം ചിലപ്പോൾ രണ്ട് പുതിയ ടീമുകൾ IPLിലേക്ക് വന്നേക്കും. അങ്ങനെയാണെങ്കിൽ കേരള ടീം തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. കേരള ടീം വന്നാൽ സഞ്ജു ചിലപ്പോൾ കേരള ടീമിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ എല്ലാ മലയാളികളും കേരള ടീമിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ സഞ്ജുവിനെ രാജസ്ഥാൻ ടീം വിട്ടുകൊടുക്കുമോ എന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.